Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ ട്രാൻസ്ഫോർമേഴ്സുമായി ബന്ധപ്പെട്ട് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് എഴുതുക. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ നമുക്കൊരു കമ്പാരിസൺ ടേബിൾ വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, റൈറ്റ് സൈഡിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഫസ്റ്റ് ഡിഫറൻസ് നമ്പർ ഓഫ് ടേൺസ് ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിലെ ടേൺസിന്റെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതൽ ആയിരിക്കും, അതായത് NS>NP. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറിയിലെ ടേൺസ് പ്രൈമറിയേക്കാൾ കുറവായിരിക്കും, NS>NP. സെക്കൻഡ് ഡിഫറൻസ് വോൾട്ടേജ് ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് സെക്കൻഡറി വോൾട്ടേജ് VS പ്രൈമറി വോൾട്ടേജ് VPയേക്കാൾ കൂടുതൽ ആയിരിക്കും. നേരെമറിച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ VS VPയേക്കാൾ കുറവായിരിക്കും. തേർഡ് പോയിന്റ് കറന്റ് ആണ്. എപ്പോഴും ഓർക്കുക, വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കുറയണം. അതുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറി കറന്റ് IS പ്രൈമറി കറന്റ് IPയേക്കാൾ കുറവായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ IS IPയേക്കാൾ കൂടുതൽ ആയിരിക്കും. ലാസ്റ്റ് ഡിഫറൻസ് കോയിലുകളുടെ തിക്നെസ് അഥവാ വണ്ണമാണ്. സ്റ്റെപ്പ് അപ്പ് സെക്കൻഡറിയിൽ കറന്റ് കുറവായതുകൊണ്ട് അതിന്റെ തിക്നെസ് പ്രൈമറിയേക്കാൾ കുറവായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിലെ സെക്കൻഡറിയിൽ കൂടുതൽ കറന്റ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ തിക്നെസ് കൂടുതൽ ആയിരിക്കണം. ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും 2 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഏറ്റവും ഈസി ആയി തോന്നുന്ന 2 പോയിന്റ്സ് പഠിച്ചു വെക്കുക. വീഡിയോ കണ്ടതിന് താങ്ക് യു. ഹാപ്പി ലേണിംഗ്.